കേട്ടു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. കാശ് ഉണ്ടായാലും എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ് ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് വേറെ ലക്ഷറി വേറെ ഏതെങ്കിലും വിമാനത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദിസ് ഈസ് കെഡു. ഈ എമിറേറ്റ്സ് എയർലൈൻസ് സെറ്റപ്പ് ചെയ്യാൻ ഇനീഷ്യലി സഹായിച്ചത് ആരാന്നറിയാമോ? ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് എയർലൈൻസ് ആയിട്ടുള്ള പാകിസ്ഥാൻ എയർലൈൻസ്. 1980s ഗൾഫ് ഏരിയയിൽ മേജർ ആയിട്ടുണ്ടായിരുന്ന ഒരു എയർലൈൻ ആയിരുന്നു ഗൾഫ് എയർ. ഇത് ഓൺ ചെയ്തിരുന്നത് ബഹ്റിൻ, ഖത്തർ, ഒമാൻ ആൻഡ് എമിറേറ്റ് ഓഫ് അബുദാബി. എല്ലാവർക്കും 25% ഷെയർ. അബുദാബി UAEയുടെ ഭാഗമാണെങ്കിലും UAEയുടെ ഭാഗമായിട്ടുള്ള ഓരോ എമിറേറ്റ്സും അവരുടെ സ്വന്തമായിട്ടുള്ള ഡെവലപ്മെന്റ് പോളിസീസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഗൾഫ് എയറിന്റെ ഓണർഷിപ്പിന്റെ ബലത്തിൽ അബുദാബിയും ബഹ്റിനൊക്കെ അവരുടെ റീജിയൻസിലേക്കുള്ള എയർലൈൻസിന്റെ സർവീസുകൾ കൂട്ടി, ദുബായിലേക്കുള്ള എയർ സർവീസസ് കുറച്ചു. ഇതിന് മറുപടിയായിട്ട് ദുബായ് എമിറേറ്റ് സ്വന്തമായിട്ട് ഒരു എയർലൈൻ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ പേര് എമിറേറ്റ്സ് എയർലൈൻസ്. ഇതിനവർ സഹായം കണ്ടെത്തിയത് അന്ന് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് എയർലൈൻസിൽ ഒന്നായിരുന്ന പാകിസ്ഥാൻ എയർലൈൻസ്. എമിറേറ്റ്സ് അവരുടെ കയ്യിൽ നിന്ന് 2 പ്ലെയിൻസ് വാടകയ്ക്ക് എടുത്തു. കൂടാതെ അന്ന് എമിറേറ്റ് എയർലൈൻസിന് വേണ്ടി പൈലറ്റുമാരെ നൽകിയതും അവരുടെ ക്യാബിൻ ക്രൂവിന് ട്രെയിനിങ് നൽകിയതൊക്കെ പാകിസ്ഥാൻ എയർലൈൻസ് ആണ്. എമിറേറ്റ്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് പറന്നതും ദുബായിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും എമിറേറ്റ്സിന്റെ എല്ലാ ഫ്ലൈറ്റ് നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് EK വെച്ചിട്ടാണ്. E ഫോർ എമിറേറ്റ്സ് ആൻഡ് K ഫോർ കറാച്ചി. പിന്നീട് ഇതേ എമിറേറ്റ്സ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻസ് ആയിട്ട് മാറി. മിസ്മാനേജ്മെന്റും അഴിമതിയും കാരണം പാകിസ്ഥാൻ എയർലൈൻസ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് എയർലൈൻസ് ആവുകയും ചെയ്തു. ഇന്ത്യയിലും ഇങ്ങനെ മിസ്മാനേജ്മെന്റ് കാരണം എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും എയർലൈൻസ് പൂട്ടിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്.